1990കളുടെ അവസാനത്തിൽ വടക്കു പടിഞ്ഞാറൻ കോസ്റ്റാറിക്കയിൽ വളരെ വിചിത്രമായൊരു കാര്യം നടന്നു. ഒരു ഓറഞ്ച് ജ്യൂസ് കമ്പനി ടൺ കണക്കിന് ഓറഞ്ച് തൊലികൾ അവിടെ കൊണ്ടുപോയി തള്ളി. ഒരു നാഷണൽ പാർക്കിനുള്ളിലെ പുല്ലുപോലും ഇല്ലാത്ത കന്നുകാലികൾ മേഞ്ഞ് നശിച്ചുപോയ ഒരു സ്ഥലത്തേക്ക് ഏകദേശം 1000ഓളം ട്രക്ക് ലോഡ്സ് ഓറഞ്ച് തൊലികളാണ് അവർ തള്ളിയത്. കേൾക്കുമ്പോൾ ഇതൊരു വലിയ പൊല്യൂഷൻ പോലെയാണ് തോന്നിയത്. ഇതിനെതിരെ ഒട്ടേറെ പരാതികളും ഒരു കോടതി കേസും വരെ ഉണ്ടായി. അധികം വൈകാതെ ആ പ്രൊജക്റ്റ് നിർത്തലാക്കി. ആളുകൾ അതങ്ങ് മറന്നു. അടുത്ത 15 വർഷത്തേക്ക് ഓറഞ്ച് വേസ്റ്റ് തള്ളിയ ആ സ്ഥലത്തെക്കുറിച്ച് ആരും ഒരു ശ്രദ്ധയും നൽകിയില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സംഘം ശാസ്ത്രജ്ഞർ ആ പാർക്കിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. അതെന്താണെന്നും പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതുമെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകണം. വടക്കു പടിഞ്ഞാറൻ കോസ്റ്റാറിക്കയിൽ ഏരിയ ദേ കൺസർവേഷൻ ഗ്വനകാസ്റ്റെ അഥവാ ACG എന്ന് വിളിക്കുന്ന ഒരിടമുണ്ട്. വന്യജീവി വൈവിധ്യത്തിന് പേര് കേട്ട ഈ നാഷണൽ പാർക്ക് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. എന്നാൽ അന്നത്തെ കാലത്ത് ഈ പാർക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല അവസ്ഥയിലായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ പാർക്കിലെ വലിയൊരു ഭാഗം കന്നുകാലികളെ വളർത്താനുള്ള പുൽമേടുകളായി മാറ്റിയിരുന്നു. എന്നാൽ കന്നുകാലികൾ അമിതമായി മേഞ്ഞതോടെ അവിടുത്തെ പുല്ലുകൾ നശിച്ചു. മണ്ണിലെ സത്തുക്കൾ നഷ്ടപ്പെടുകയും മരങ്ങൾ പതുക്കെ ഇല്ലാതാവുകയും ചെയ്തു. അവസാനം ഒന്നും വളരാത്ത വിധം ഉറച്ചുപോയ വരണ്ട മണ്ണ് മാത്രമായി അത് മാറി. ഇത്രയും വലിയൊരു ഭൂമി വീണ്ടും കാടാക്കുക എന്നത് വലിയ ചിലവുള്ളതും ആ സമയത്ത് പ്രായോഗികമല്ലാത്തതുമായ കാര്യമായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഡാനിയൽ ജാൻസൺ, വിന്നി ഹാൾവാക്സ് എന്നീ 2 പ്രശസ്തരായ ശാസ്ത്രജ്ഞർ ഈ രംഗത്തേക്ക് വന്നു. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ദമ്പതികൾ കോസ്റ്റാറിക്കയിലെ വനം സംരക്ഷണത്തിനായി വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരാണ്. ACGയെ പഴയതുപോലെ ആക്കാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇത് ദീർഘകാലത്തേക്ക് നിലനിൽക്കണമെങ്കിൽ കുറഞ്ഞ ചിലവിലുള്ള വലിയ ഐഡിയകൾ വേണമെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോഴാണ് ഒരവസരം ഒത്തുവന്നത്. പാർക്കിന് തൊട്ടടുത്ത് ഡെൽ ഒറോ എന്ന പേരിലൊരു ഓറഞ്ച് ജ്യൂസ് കമ്പനി തുടങ്ങിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ വലിയ തോതിൽ വേസ്റ്റ് ഉണ്ടാകും. ഓരോ ദിവസവും ഡെൽ ഒറോ 1000കണക്കിന് ഓറഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ നിന്ന് വരുന്ന ടൺ കണക്കിന് തൊലികളും അവശിഷ്ടങ്ങളും എങ്ങനെ കളയണമെന്ന് ആലോചിച്ച് കമ്പനി ബുദ്ധിമുട്ടുകയായിരുന്നു. അപ്പോഴാണ് ജാൻസണിനും ഹാൾവാക്സിനും ഒരു ഐഡിയ തോന്നിയത്. ഈ ഓറഞ്ച് വേസ്റ്റ് ഉപയോഗിച്ച് ഭൂമി വീണ്ടും ഫലഭൂയിഷ്ടമാക്കിയാലോ? അങ്ങനെ 1996 അവരൊരു കരാറുണ്ടാക്കി. ഡെൽ ഓറോ കമ്പനി അവരുടെ കൈവശമുള്ള വനഭൂമിയുടെ ഒരു ഭാഗം പാർക്കിന് വിട്ടു നൽകും. പകരം കമ്പനിക്ക് അവരുടെ ഓറഞ്ച് വേസ്റ്റ് പാർക്കിനുള്ളിലെ നശിച്ചുപോയ ആ പുൽമേട്ടിൽ കൊണ്ടുപോയി തള്ളാം. ഇതൊരു തരം കൊടുക്കൽ വാങ്ങലായിരുന്നു. ഇതിലൂടെ 2 കൂട്ടർക്കും ഗുണമുണ്ടാകും. കമ്പനിക്ക് പണമൊന്നും ചെലവാക്കാതെ വേസ്റ്റ് കളയാം, പാർക്കിന് പുതിയ ഭൂമി കിട്ടുകയും മണ്ണിലെ സത്തുക്കൾ വർദ്ധിക്കുകയും ചെയ്യും. ജാൻസണിനും ഹാൾവാക്സിനും ഇതൊരു മികച്ച പരിഹാരമായിരുന്നു. കൃത്രിമ വളങ്ങൾ വാങ്ങുന്നതിനോ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനോ പണം ചിലവാക്കുന്നതിന് പകരം അവർക്ക് ഓറഞ്ച് വേസ്റ്റ് ഉപയോഗിക്കാം. ഓറഞ്ച് തൊലികൾ അവിടുത്തെ ആവശ്യമില്ലാത്ത പുല്ലുകളെ നശിപ്പിക്കുമെന്നും കാലക്രമേണ അത് നല്ല വളമായി മാറുമെന്നും അവർ വിശ്വസിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഐഡിയ അത്രയ്ക്ക് ധൈര്യമായിരുന്നു. ഇതിനു വേണ്ടത് കുറച്ചധികം സമയവും കുറേ ഓറഞ്ച് തൊലികളും മാത്രമായിരുന്നു. അങ്ങനെ 1996 ആ പരീക്ഷണം ആധികാരികമായി തുടങ്ങി. 1997 ആയപ്പോഴേക്കും അത് സജീവമായി. ഡെൽ ഓറോ കമ്പനി ട്രക്കുകളിൽ ഓറഞ്ച് വേസ്റ്റ് ACGയിലെ ആ തരിശുഭൂമിയിൽ എത്തിക്കാൻ തുടങ്ങി. ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 12,000 മെട്രിക് ടൺ വേസ്റ്റാണ് ചെറിയ സ്ഥലത്ത് തള്ളിയത്. ഏകദേശം 1000 ആനകളുടെ തൂക്കം വരും. ഓറഞ്ച് തൊലികൾ അവിടെ കട്ടിയുള്ള പാളികളായി നിരത്തി. പുറമേന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു വലിയ ചപ്പുചവറിടുന്ന സ്ഥലം പോലെ തോന്നിയെന്നാക്കും. അവിടെ ബോർഡുകളോ വേലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെയിലത്ത് കിടന്ന് ചീഞ്ഞഴുകുന്ന ഓറഞ്ച് കൂനകൾ മാത്രമായിരുന്നു അത്. ഈ വേസ്റ്റ് പുളിക്കാൻ തുടങ്ങിയതോടെ ആ പരിസരത്താകെ ഓറഞ്ചിൻ്റെ രൂക്ഷഗന്ധം പടർന്നു. ഈ ചീഞ്ഞഴുകുന്ന ഭാഗത്തേക്ക് ഈച്ചകളും ഫംഗസുകളും പെട്ടെന്ന് തന്നെ എത്തിത്തുടങ്ങി. ആദ്യമൊക്കെ ആ ടീമിന് വലിയ പ്രതീക്ഷയായിരുന്നു. ഈ പ്രക്രിയ പ്രകൃതിദത്തമായി നടക്കുമെന്നും ഈ അഴുക്കുകൾക്ക് ശേഷം നല്ലൊരു മാറ്റമുണ്ടാകുമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതിലും കടുത്തുവായിരുന്നു.
ചുരുക്കത്തിൽ ഈ ഓറഞ്ച് കൂനകളെക്കുറിച്ച് ആളുകൾക്കൊട്ടും നല്ല അഭിപ്രായമായിരുന്നില്ല. എന്നാൽ ഏറ്റവും വലിയ എതിർപ്പ് വന്നത് ഡെൽ ഒറോയുടെ പ്രധാന എതിരാളികളായ ടിക്കോ ഫ്രൂട്ട് എന്ന ഓറഞ്ച് ജ്യൂസ് കമ്പനിയിൽ നിന്നായിരുന്നു. ഡെൽ ഒറോ പ്രകൃതി നശിപ്പിക്കുന്നുവെന്നാരോപിച്ച് അവർ കേസ് ഫയൽ ചെയ്തു. കമ്പനി നിയമങ്ങൾ ലംഘിക്കുന്നുവെന്നും അവർ പറഞ്ഞു. സത്യത്തിൽ ഇത് പരിസ്ഥിതിയോടുള്ള സ്നേഹം കൊണ്ടല്ലായിരുന്നു, മറിച്ച് ബിസിനസ് മത്സരമായിരുന്നു. ഡെൽ ഒറോയ്ക്ക് ഫ്രീ ആയി വേസ്റ്റ് കളയാൻ സ്ഥലം കിട്ടുന്നതും അവർക്ക് നല്ല പേര് കിട്ടുന്നതും ടിക്കോ ഫ്രൂട്ടിന് ഇഷ്ടമില്ലായി. പ്രശ്നങ്ങൾ വഷളായി മീഡിയ ഏറ്റെടുത്തു. ഗവൺമെൻറ് ഏജൻസികൾക്ക് ഇടപെടേണ്ടി വന്നു. അങ്ങനെ ഒരു ചെറിയ പരീക്ഷണം രാജ്യമാകെ ചർച്ചയായൊരു വിവാദമായി മാറി. വിവാദങ്ങൾ കൂടിയപ്പോൾ കേസ് കോടതിയിലെത്തി. 1998 അതായത് പരീക്ഷണം തുടങ്ങിയ ഒരു വർഷത്തിന് ശേഷം കേസ് കോസ്റ്റാറിക്കയിലെ സുപ്രീം കോടതിയിലെത്തി. കോടതി ടിക്കോ ഫ്രൂട്ടിന് അനുകൂലമായി വിധിച്ചു. ഉടൻ തന്നെ ഈ പ്രോജക്റ്റ് നിർത്താൻ ഡെൽ ഒറോയോട് ആജ്ഞാപിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പരീക്ഷണം അവസാനിച്ചു. പിന്നീട് അവിടെ ഓറഞ്ച് തൊലികൾ വന്നില്ല. ആ സ്ഥലത്തെക്കുറിച്ച് ആരും അന്വേഷിച്ചതുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഓറഞ്ച് കൂനകൾ പ്രകൃതിയിൽ തനിയെ അഴുകാൻ വിട്ടു. ലോകം ആ സംഭവത്തെ മറന്നു. പലരും ഇതൊരു പരാജയപ്പെട്ട പരീക്ഷണമായാണ് കണ്ടത്. ഒരു നാഷണൽ പാർക്കിനുള്ളിലെ അഴുക്കുപുരുണ്ട ഇടമായി അവർ അതിനെ തള്ളിക്കളഞ്ഞു. ശാസ്ത്രജ്ഞരോ ഗവേഷകരോ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ പോലും മറ്റു ജോലികളിലേക്ക് മാറി. നിയമപരമായ പ്രശ്നങ്ങൾ കാരണം ആരും അങ്ങോട്ട് പോകാത്തതിനാൽ വർഷങ്ങളോളം ആ പ്രദേശം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ ആ ചീഞ്ഞഴുകിയ തൊലികൾക്കിടയിൽ ആരും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അടുത്ത 15 വർഷത്തേക്ക് ആ ഓറഞ്ച് തൊലി തള്ളിയ സ്ഥലം ആരും ശ്രദ്ധിക്കാതെ കിടന്നു. 2013 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ടിമോത്തി ട്രൂവർ എന്ന വിദ്യാർത്ഥി ഉഷ്ണമേഖലാ വനങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയായിരുന്നു. ഡാനിയൽ ജാൻസനുമായി സംസാരിച്ചപ്പോഴാണ് ഈ പഴയ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞത്. ആ പ്രോജക്റ്റ് നിർത്തിയ ശേഷം ആരും ആ സ്ഥലം പോയി നോക്കിയില്ലെന്നറിഞ്ഞപ്പോൾ ട്രൂവറിന് അതിലൊരു താൽപ്പര്യം തോന്നി. അങ്ങനെ ട്രൂവറും ജാൻസനും ഹോൾവാക്സും ചേർന്ന് ആ പഴയ സ്ഥലം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ആ സ്ഥലം കണ്ടെത്തുക എന്നത് വിചാരിച്ചതിലും ബുദ്ധിമുട്ടായിരുന്നു. പഴയ ബോർഡുകളോ അടയാളങ്ങളോ ഒന്നും അവിടെയുണ്ടായിരുന്നില്ല. പ്രദേശം ആകെ മാറിപ്പോയതിനാൽ അവർക്ക് പഴയ തരിശുഭൂമി തിരിച്ചറിയാനേ കഴിഞ്ഞില്ല. അവസാനം അവർ ആ സ്ഥലം കണ്ടെത്തി. അവിടെ കണ്ട കാഴ്ച കണ്ട് അവർ സ്തംഭിച്ചുപോയി. ആ സ്ഥലം വെറും പുല്ല് വളർന്ന ഇടമായിരുന്നില്ല, മറിച്ചൊരു കാടായി മാറിയിരുന്നു. വലിയ മരങ്ങൾ, അതിൽ പടർന്നു കയറുന്ന വള്ളികൾ, പച്ചപ്പുള്ള കാടിൻ്റെ അടിത്തട്ട് എന്നിവ അവിടെ ഉണ്ടായിരുന്നു. ഷഡ്പദങ്ങളും പക്ഷികളും നിറഞ്ഞ ആ പ്രദേശം മനോഹരമായിരുന്നു. പ്രകൃതി എത്രത്തോളം വേഗത്തിൽ അവിടെ തിരിച്ചു വന്നു എന്നത് എല്ലാവരെയും അതിശയിപ്പിച്ചു. ഈ മാറ്റം എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ട്രൂവർ ഒരു പഠനം നടത്തി. ഓറഞ്ച് തൊലിയിട്ട സ്ഥലവും അതിനടുത്തുള്ള സാധാരണ സ്ഥലവും തമ്മിൽ അദ്ദേഹം താരതമ്യം ചെയ്തു. ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. ഓറഞ്ച് തൊലിയിട്ട സ്ഥലത്ത് സാധാരണ സ്ഥലത്തേക്കാൾ 176% അധികം ചെടികളും മരങ്ങളും വളർന്നിരുന്നു. വെള്ളം നനയ്ക്കാതെയും പുതിയ ചെടികൾ നടാതെയും തന്നെ 15 വർഷം കൊണ്ട് അവിടെ 3 ഇരട്ടി അധികം മരങ്ങൾ വളർന്നു. ഓറഞ്ച് തൊലികൾ മണ്ണിലെ അനാവശ്യമായ പുല്ലുകളെ നശിപ്പിക്കുകയും മണ്ണിനാവശ്യമായ വളം നൽകുകയും ചെയ്തു. ആരും ശ്രദ്ധിക്കാതെ തന്നെ പ്രകൃതി അവിടെ വനം വളർത്തിയെടുത്തു. ഓറഞ്ച് തൊലികൾ അവിടെ ഒരു വനം വളരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു. ആ തരിശുഭൂമിയിൽ നടന്നത് വലിയൊരു കാര്യമായിരുന്നു. അവിടുത്തെ മണ്ണും ഒരുപാട് മെച്ചപ്പെട്ടിരുന്നു. ഓറഞ്ച് വേസ്റ്റ് കാരണം മണ്ണിൽ നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ ചെടികൾക്കാവശ്യമായ ഘടകങ്ങൾ ധാരാളമായി എത്തി. ആ ഓറഞ്ച് അവശിഷ്ടങ്ങൾ ആരും വിചാരിക്കാത്ത വിധം മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കി. കൂടാതെ ആ പ്രദേശത്തെ ജീവജാലങ്ങളിലും മാറ്റമുണ്ടായി. ഓറഞ്ച് തൊലികൾ ആദ്യം അവിടുത്തെ മോശം പുല്ലുകളെ ഇല്ലാതാക്കി. അത് കാരണം അവിടുത്തെ നാടൻ ചെടികൾക്ക് വളരാൻ സൗകര്യം കിട്ടി. മൃഗങ്ങൾ കൊണ്ടുവന്ന വിത്തുകളും മണ്ണിലുണ്ടായിരുന്ന വിത്തുകളും ഈ നല്ല സാഹചര്യത്തിൽ പെട്ടെന്ന് വളർന്നു. പതുക്കെ അങ്ങോട്ട് പ്രാണികളും പക്ഷികളും മൃഗങ്ങളും തിരികെ വന്നു. ആ പഴയ തരിശുഭൂമി ഇപ്പോൾ ജീവൻ തുടിക്കുന്ന ഒരു കാടായി മാറി. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതൊക്കെ നടന്നത് യാതൊരു ചിലവില്ലാതെയാണ് എന്നതാണ്. കമ്പനിയുടെ വേസ്റ്റ് തന്നെ ഇതിന് പരിഹാരമായി. കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ വനം വളർത്തുന്നതിന് ഇതൊരു ലളിതമായ വഴിയാണെന്ന് ഇപ്പോൾ ഗവേഷകർ പറയുന്നു. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ പ്രകൃതിയെ രക്ഷിക്കാമെന്നതിന് വലിയൊരു ഉദാഹരണമാണിത്. എങ്കിലും എന്തുകൊണ്ടാണ് ലോകം ഇത് വ്യാപകമായി ചെയ്യാത്തതെന്നൊരു ചോദ്യമുണ്ട്. കാർഷിക വേസ്റ്റ് ഉപയോഗിച്ച് വനവൽക്കരണം നടത്തുന്നത് നല്ലതാണെങ്കിലും അതത്ര എളുപ്പമല്ല.
എല്ലാ തരം വേസ്റ്റുകളും ഒരേപോലെയല്ല. ചിലപ്പോൾ വേസ്റ്റ് മണ്ണിന്റെ ഗുണത്തെ മോശമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും കൃത്യമായും നിരീക്ഷിച്ചും മാത്രമേ ഇത് ചെയ്യാവൂ. കോസ്റ്റാറിക്കയിലെ ഈ അനുഭവം വലിയ വിജയമാണെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്നും തർക്കങ്ങളുണ്ട്. പണ്ടിത് തുടങ്ങിയപ്പോൾ നാട്ടുകാർക്കിതിഷ്ടമായിരുന്നില്ല. ഒരു നാഷണൽ പാർക്കിൽ വേസ്റ്റ് തള്ളുന്നത് പലർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ചീഞ്ഞഴുകുന്ന മണവും ഈച്ചകളും ആ സ്ഥലത്തെ മോശമാക്കിയെന്നവർ കരുതി. അത് കാണാനൊരു കുപ്പത്തൊട്ടി പോലെയായിരുന്നു. കൂടാതെ ടിക്കോ ഫ്രൂട്ട് നൽകിയ കേസ് കാരണം കോടതി അത് നിർത്താൻ പറഞ്ഞു. ഡെൽ ഓറോ കമ്പനി പ്രകൃതി സംരക്ഷണത്തിന്റെ പേരിൽ ലാഭമുണ്ടാക്കുന്നുവെന്നായിരുന്നു അവരുടെ ആരോപണം. അന്ന് കോടതി അത് നിർത്താൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നമുക്കറിയില്ല. ഇന്ന് ശാസ്ത്രജ്ഞർ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രതയുള്ളവരാണ്. ഇതൊരു ഭാഗ്യത്തിന് നടന്നതാണോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇതൊരു കൃത്യമായ ലാബ് പരീക്ഷണം പോലെ ആയിരുന്നില്ല. ഓറഞ്ച് തൊലികൾ അമിതമായാൽ മണ്ണിലെ അസിഡിറ്റി കൂടാനും അത് ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലായിടത്തും ഒരേപോലെ വിജയിക്കണമെന്നില്ല. ഇതൊക്കെയാണെങ്കിലും ഈ പ്രോജക്റ്റ് നമ്മളെ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. ലോകമെമ്പാടും പ്രകൃതിയെ വീണ്ടെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുകയാണ്. അതേസമയം ടണ്ണ് കണക്കിന് കാർഷിക വേസ്റ്റുകൾ നമ്മൾ വെറുതെ കളയുകയും ചെയ്യുന്നു. കോസ്റ്റാറിക്കയിലെ ഈ സംഭവം നമുക്ക് പുതിയൊരു പാഠം നൽകുന്നു. പ്രകൃതിക്ക് ചിലപ്പോൾ ഒരു ചെറിയ സഹായം മതി സ്വയം മാറാൻ. ഈ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റ് ഗവേഷകരും ഇപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. 2021 യൂണിവേഴ്സിറ്റി ഓഫ് ഹവായിയും ETH സ്യൂറിക്കും ചേർന്ന് നടത്തിയൊരു പഠനം ഇതിനുദാഹരണമാണ്. അവർ കോസ്റ്റാറിക്കയിലെ മറ്റൊരു സ്ഥലത്ത് കോഫി വേസ്റ്റ് ഉപയോഗിച്ച് ഇതേ പരീക്ഷണം നടത്തി. വെറും 2 വർഷം കൊണ്ട് ആ സ്ഥലത്തെ 80% കാടായി മാറി. മണ്ണിലെ സത്തുക്കൾ വർദ്ധിക്കുകയും അനാവശ്യ പുല്ലുകൾ ഇല്ലാതാവുകയും ചെയ്തു. ഈ പരീക്ഷണങ്ങൾ നൽകുന്ന സൂചന വലുതാണ്. ഭാവിയിൽ ഇത്തരം വേസ്റ്റുകൾ വെറും ചപ്പുചവറുകളല്ല, മറിച്ചു പ്രകൃതിയെ രക്ഷിക്കാനുള്ള ആയുധങ്ങളാണ്. എങ്കിലും ഇത് ചെയ്യുമ്പോൾ വെള്ളം മലിനമാകാതെയും മറ്റും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓറഞ്ച് തൊലികൾക്കും കോഫി വേസ്റ്റിനും ഒരു നാടിനെ മാറ്റാൻ കഴിയുമെങ്കിൽ നമ്മൾ കളയുന്ന മറ്റു വസ്തുക്കൾക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാലോചിച്ചു നോക്കൂ. കോസ്റ്റാറിക്കയിലെ ആ തരിശുഭൂമിയിൽ ഓറഞ്ച് തൊലികൾ ഒരത്ഭുതം കാട്ടിയെങ്കിൽ നമ്മുടെ വേസ്റ്റുകളിലും വലിയ സാധ്യതകളുണ്ട്. നമ്മൾ വേസ്റ്റ് എന്ന് വിളിച്ചു കളയുന്ന പലതിനും ഒരു കാട് വളർത്താൻ കഴിയുമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തുന്നത്? ഒരു കുപ്പത്തൊട്ടി പോലെ തുടങ്ങിയ സംഭവം ഇന്ന് ലോകത്തിന് തന്നെ പാഠമായിരിക്കുകയാണ്. പ്രകൃതിക്ക് ശരിയായ സഹായം നൽകിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഇത് തെളിയിക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.